AI agents built ചെയ്യുന്ന പ്രോസസ്സിലെ ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ് ഏജന്റ് സ്വാംസ്. മൾട്ടിപ്പിൾ ഏജന്റ്സ് ഒരുമിച്ച് ഒരു സിംഗിൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൊളാബറേറ്റീവായി വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റ് ബിൽഡിംഗ് ഡിസൈൻ ആണിത്. എങ്ങനെയാണ് ഒരു മൾട്ടി ലെവൽ ഏജന്റ് സ്വാം ബിൽഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏജന്റ് സ്വാമിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൻ പാരന്റ് ഏജന്റ് നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ അതിന്റെ സ്പെഷ്യലൈസ്ഡ് സബ് ഏജന്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ സബ് ഏജന്റ്സും നാരോ ഫോക്കസ്ഡ് വെൽ ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻസ്ട്രക്ഷൻസ് ഉള്ള സ്പെഷ്യലൈസ്ഡ് ഏജന്റ്സ് ആയിരിക്കും. ഉദാഹരണത്തിന് യൂട്യൂബ് മാനേജ് ചെയ്യാൻ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജന്റ്, ഇമെയിൽ റിലേറ്റഡ് ടാസ്കുകൾക്ക് മറ്റൊരു ഏജന്റ് എന്നിങ്ങനെ നമ്മളിവിടെ N8N പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏജന്റ് സ്വാം ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കോഡിംഗ് എക്സ്പീരിയൻസും ആവശ്യമില്ല. ഈ വീഡിയോയിൽ ഏജന്റ് സ്വാമിന്റെ റണ്ണിംഗ് എക്സാമ്പിളും എങ്ങനെ ഒരു ഏജന്റ് സ്വാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ബിൽഡ് ചെയ്യാം എന്ന പ്രോസസ്സും നമുക്ക് നോക്കാം. നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾക്ക് അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ടെംപ്ലേറ്റ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ N8N വർക്ക് ഫ്ലോയിൽ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം എന്ന് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യം നമുക്ക് ഈ വർക്ക് ഫ്ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള AI ഏജന്റ്സ് ബിൽഡ് ചെയ്യുന്ന ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ എൻ്റെ ടെലഗ്രാമിൽ ഒരു വോയിസ് കമാൻഡ് കൊടുക്കുകയാണ്. ക്യാൻ യു സെർച്ച് ഫോർ ടോപ്പ് 3 വീഡിയോസ് ഇൻ AI ആൻഡ് ക്യാൻ യു ഓൾസോ ബുക്ക് എ ഡെന്റിസ്റ്റ് അപ്പോയിൻമെന്റ് ഫോർ ടുമോറോ 10 AM. ഈ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വർക്ക് ഫ്ലോ എക്സിക്യൂട്ടായി ആദ്യം നമ്മുടെ വോയിസ് ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് AI ഏജൻറ്റിലേക്ക് കൊടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഓരോ സബ് ഏജൻസിനും ടാസ്കുകൾ പാരൻ്റ് ഏജൻറ്റ് ഡെലിഗേറ്റ് ചെയ്ത് ആ സബ് ഏജൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫൈനൽ ആൻസർ നമ്മുടെ മെയിൻ പാരൻ്റ് ഏജൻറ്റാണ് നമ്മുടെ ടെലഗ്രാമിലേക്ക് സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരൻ്റ് ഏജൻറ്റ് സബ് ഏജൻസിൽ നിന്നും റിസീവ് ചെയ്ത മെസ്സേജസ് നമ്മുടെ ഫൈനലായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ കലണ്ടർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 11 to 12 PM ടുമോറോ ഒരു ഡെന്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വർക്ക് ഫ്ലോ എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എല്ലാ നോട്ട്സും സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു വർക്ക് ഫ്ലോൻ്റെ ഓവറോൾ സ്ട്രക്ചറും അതിൻ്റെ ഒരു ഫ്ലോ ആണ് നമ്മൾ ബിൽഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ ഇമ്പോർട്ട് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്കൊരു ടെലഗ്രാമിനോട് ആഡ് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം സെർച്ച് ചെയ്യാം. ടെലഗ്രാമിൽ ഈ ഒരു ഓൺ മെസ്സേജ് എന്ന ഈ ഒരു ട്രിഗറിനോടാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ക്രെഡൻഷ്യൽസ് സെലക്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ടെലഗ്രാം നോഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പുതിയ ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ ടെലഗ്രാം ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാം എന്നൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ട് നിങ്ങൾ ക്രെഡൻഷ്യൽസ് ക്രിയേറ്റ് ചെയ്ത ശേഷം അത് സെലക്ട് ചെയ്യണം. ഇവിടെ ഇനി നമ്മൾ സ്വിച്ച് എന്നൊരു നോഡാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി നമുക്ക് ഫ്ലോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് നമ്മൾ ടെലഗ്രാമിൽ വോയിസ് മെസ്സേജാണ് അയക്കുന്നതെങ്കിൽ അത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേറൊരു ഫ്ലോയും, ഇനി ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കുന്നതെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ ഏജൻറ്റിലേക്ക് കൊടുക്കാനുള്ള ഒരു ഫ്ലോ നമുക്ക് ബിൽഡ് ചെയ്യണം. സ്വിച്ച് നോഡ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സാമ്പിൾ വോയിസ് മെസ്സേജ് നമ്മുടെ ഈ ടെലഗ്രാം നോഡിൽ സെൻഡ് ചെയ്യാം. ഹലോ. ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്വിച്ച് എന്ന നോഡ് സെർച്ച് ചെയ്യാം. ഇനി നമുക്കിത് കോൺഫിഗർ ചെയ്യാം. ഇവിടെ മോഡ് എന്ന ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ റൂൾസ് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഫ്ലോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആദ്യം വോയിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ വോയിസിൻ്റെ ഫ്ലോ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ കൊടുത്ത ഒരു സാമ്പിൾ വോയിസ് മെസ്സേജ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട് ടെലഗ്രാം ട്രിഗറിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്കിവിടെ വോയിസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഫയൽ ID ചൂസ് ചെയ്ത് നമ്മുടെ ഈ ഫസ്റ്റ് റൗട്ടിംഗ് റൂൾസിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു എന്നുള്ളതിൽ നിന്നും എക്സിസ്റ്റ് എന്നാക്കുക. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ സെൻഡ് ചെയ്ത ഫയൽ വോയിസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. വോയിസ് ആണെങ്കിൽ ഈ ഒരു റൗട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത റൗട്ട് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സ്പ്രഷൻസ് സെലക്ട് ചെയ്യുക. ഇതേ എക്സ്പ്രഷൻ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മളിവിടെ വോയിസിന് പകരം ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എന്നാക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മൾ മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ് എന്നിവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു എന്നുള്ളതിൽ നിന്നും നമ്മൾ എക്സിസ്റ്റ് എന്നാക്കുകയാണ്. ഇനി നമുക്ക് ഈ റീനെയിം ഔട്ട്പുട്ട് എന്ന ബട്ടൺ ടോഗിൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഓരോ റൗട്ടിനും സെപ്പറേറ്റ് പേര് കൊടുക്കാം. ഞാനിവിടെ വോയിസ് എന്ന് കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി ഇത് സേവ് ചെയ്ത് നമ്മുടെ നോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിച്ച് നോഡിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വോയിസ് എന്നും ടെക്സ്റ്റ് എന്നും പറഞ്ഞ് 2 സെപ്പറേറ്റ് ഔട്ട് കാണാൻ സാധിക്കും. ഇനി ആദ്യം നമുക്ക് വോയിസിൻ്റെ ഫ്ലോ കോൺഫിഗർ ചെയ്യാം. അതിനുവേണ്ടി ഒരു സാമ്പിൾ വോയിസ് മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്യാം. ഞാൻ ഒരു സാമ്പിൾ വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ഓക്കെ. ഇനി ഈ വോയിസിൻ്റെ ഔട്ടിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെലഗ്രാമിലെ ഗെറ്റ് എ ഫയൽ എന്ന നോഡാണ് വേണ്ടത്. ടെലഗ്രാം സെർച്ച് ചെയ്ത് ഫയൽ ആക്ഷൻസിൽ ഗെറ്റ് എ ഫയൽ എന്ന നോഡ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ സെൻഡ് ചെയ്ത വോയിസ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഡൗൺലോഡാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ റിസോഴ്സ് ഫയൽ എന്നും ഓപ്പറേഷൻ ഗെറ്റ് എന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലെ ഇൻപുട്ട് സെക്ഷനിൽ നിന്നും സ്വിച്ച് എന്ന പ്രീവിയസ് നോഡിൽ നിന്നും നമുക്ക് ഫയൽ ID ചൂസ് ചെയ്യാം. ഈ ഫയൽ ID ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനി നമുക്ക് ഈ നോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വോയിസ് ഫയൽ ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ OpenAIയുടെ ട്രാൻസ്ക്രിപ്ഷൻ സർവീസാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് OpenAI എന്ന് സെർച്ച് ചെയ്യുക. OpenAIയിൽ ട്രാൻസ്ക്രൈബ് റെക്കോർഡിംഗ് എന്ന നോഡ് ആഡ് ചെയ്യുക. വോയിസ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേറെയും സർവീസുകളുണ്ട്. 11 Labs പോലുള്ള സർവീസസും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ OpenAI ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ
എൻ്റെ ഓപ്പൺ അക്കൗണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. റിസോഴ്സ് ഓഡിയോ സെലക്ട് ചെയ്യുക. ഓപ്പറേഷൻ ട്രാൻസ്ക്രൈബ് റെക്കോർഡിംഗ് തന്നെ. ബാക്കി ഫീൽഡ്സ് ഞാൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണ്. ഇനി എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഫ്ലോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനൊരു ടെസ്റ്റ് മെസ്സേജ് എൻ്റെ ടെലഗ്രാമിൽ സെൻഡ് ചെയ്യാണ്. ഹലോ, ദിസ് ഇസ് എ ടെസ്റ്റ് മെസ്സേജ്. നമ്മുടെ ഈ ഓപ്പൺ നോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വോയിസിൻ്റെ ടെക്സ്റ്റ് ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഇതിനൊരു AI ഏജൻറ്റിലേക്ക് കണക്ട് ചെയ്യണം. ഞാനൊരു AI ഏജൻറ്റ് നോഡ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ട്രാൻസ്ക്രൈബ് നോഡിൽ നിന്നും ഏത് ഫീൽഡാണ് ഈ AI ഏജൻറ്റ് നോഡിലേക്ക് പോകേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു എഡിറ്റ് ഫീൽഡ് എന്നൊരു നോഡ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ എഡിറ്റ് ഫീൽഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ എഡിറ്റ് ഫീൽഡ് സെറ്റ് എന്ന ഈ ഒരു നോഡ് ആഡ് ചെയ്യുക. ഇവിടെ മാനുവൽ മാപ്പിംഗ് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ലെഫ്റ്റ് ഇൻപുട്ട് ടാബിൽ നിന്നും ട്രാൻസ്ക്രൈബ് നോഡിലെ ഈ ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഏജൻറ്റിലേക്ക് ഇൻപുട്ട് ചെയ്യേണ്ട ഫീൽഡ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഏജൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ആയിട്ട് വരുന്ന ഇൻപുട്ടും ഒരു എഡിറ്റ് ഫീൽഡിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഏജൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഫ്ലോ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് കോൺഫിഗർ ചെയ്യാം. ആദ്യം ഒരു സാമ്പിൾ ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യണം. എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഹലോ എന്നൊരു സാമ്പിൾ മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ഇനി ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഫീൽഡ് ആഡ് ചെയ്യുക. എഡിറ്റ് ഫീൽഡ് സെറ്റ് എന്ന നോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻപുട്ട് സെക്ഷനിലെ സ്വിച്ച് നോഡിൽ നിന്നും ചാറ്റിലെ ടെക്സ്റ്റ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്യുക. ഇനി എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വോയിസും ടെക്സ്റ്റും ഫ്ലോസ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു AI ഏജൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു എഡിറ്റ് ഫീൽഡിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ഈ എഡിറ്റ് ഫീൽഡിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് ഫ്ലോയും കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു വോയിസ് മെസ്സേജാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് നമ്മുടെ എഡിറ്റ് ഫീൽഡിലേക്ക് കൊടുക്കുന്നു. അതുപോലെ ടെക്സ്റ്റാണ് ഡയറക്റ്റ്ലി നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ടെക്സ്റ്റിനെ നമ്മുടെ എഡിറ്റ് ഫീൽഡിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് എടുക്കുന്ന പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു AI ഏജൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് AI ഏജൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. AI ഏജൻറ്റ് നോഡ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഏജൻറ്റിന് ഒരു ചാറ്റ് മോഡൽ ആഡ് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓപ്പൺ റൗട്ടർ എന്ന ചാറ്റ് മോഡലാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ GPT 4.1 മിനി എന്ന മോഡലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓപ്പൺ റൗട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ മോഡൽസും ആക്സസിബിൾ ആയിരിക്കും. ഇവിടെ മോഡൽ ഡ്രോപ്പ് ഡൗണിൽ ഫ്രീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ എന്നുള്ള ഈ ഒരു മോഡൽസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഏജൻറ്റിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാം. ഇവിടെ സോഴ്സ് ഫോർ പ്രോംപ്റ്റ് എന്ന ഒരു ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്ത് അവിടെ ഡിഫൈൻ ബിലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇൻപുട്ട് നോഡ്സ് കാണുന്നതായിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് പോപ്പുലേറ്റ് ആയി കാണുന്നില്ലെങ്കിൽ ഇവിടെ എക്സിക്യൂട്ട് പ്രീവിയസ് നോഡ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നത്തെ നോഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് ഇതിവിടെ പോപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ എഡിറ്റ് ഫീൽഡ്സിൻ്റെ നോഡിൽ നിന്നുള്ള ടെക്സ്റ്റ് ഫീൽഡാണ് ഇൻപുട്ടായി AI ഏജൻറ്റിന് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഏജൻറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏജൻറ്റുകളിലേക്കാണ് അതിന് ആക്സസ് ഉള്ളത് എന്നുള്ളത് നമുക്കൊരു ഇൻസ്ട്രക്ഷനായി കൊടുക്കാം. അതിനുവേണ്ടി ആഡ് ഓപ്ഷൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം മെസ്സേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഡിഫോൾട്ടായിട്ട് യു ആർ എ ഹെൽപ്ഫുൾ അസിസ്റ്റൻറ്റ് എന്ന ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കസ്റ്റം ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഈ ഏജൻറ്റിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പുതിയ ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്യാണ്. ഞാനിവിടെ ഇൻസ്ട്രക്ഷൻസ് പേസ്റ്റ് ചെയ്യാണ്. ഈ ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ പറയുന്നത് പാരൻ്റ് ഏജൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സബ് ഏജൻസിന് ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കലാണ്. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഏജൻസും ആ ഏജൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് എക്സാമ്പിൾ എങ്ങനെയായിരിക്കും എന്നും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏജൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ അതിൻ്റെ കയ്യിലുള്ള സബ് ഏജൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നോക്കി ഏത് സബ് ഏജൻറ്റിന് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മനസ്സിലാക്കി അതിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് സബ് ഏജൻസിനെ ആഡ് ചെയ്യാം. ആദ്യം നമ്മളൊരു കലണ്ടർ സബ് ഏജൻ്റാണ് ആഡ് ചെയ്യുന്നത്. ടൂൾസിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് AI ഏജൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. AI ഏജൻറ്റ് ടൂൾ എന്ന ഈ നോഡ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഈ ഏജൻറ്റിൻ്റെ ജനറിക് ഡിസ്ക്രിപ്ഷൻ മാറ്റി കാലണ്ടർ ഏജൻറ്റിനുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. എ കാലണ്ടർ ഏജൻറ്റ് ഫോർ ഓൾ കാലണ്ടർ ആക്ഷൻസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ ഈ മെസ്സേജ് AI മോഡൽ തന്നെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ടോഗിൾ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സിസ്റ്റം ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ആഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് സിസ്റ്റം മെസ്സേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ജനറിക് മെസ്സേജ് മാറ്റി ഞാനൊരു സെപ്പറേറ്റ് സിസ്റ്റം മെസ്സേജ് കൊടുക്കുകയാണ്. ഇവിടെ ഈ കാലണ്ടർ ഏജൻറ്റിന് ആക്സസിബിൾ ആയിട്ടുള്ള ടൂൾസിനെ കുറിച്ചും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ക്രിയേറ്റ് ഇവൻറ്റ്, ഡിലീറ്റ് ഇവൻറ്റ്, അപ്ഡേറ്റ് ഇവൻറ്റ് എന്നിങ്ങനെ ഒരുപാട് ടൂൾസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യും. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ചാറ്റ് മോഡൽ ആഡ് ചെയ്യാം. ഞാൻ ഓപ്പൺ റൗട്ടർ ചാറ്റ് മോഡലാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൂൾസ് സെലക്ട് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാലണ്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ കാലണ്ടർ ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ ക്രെഡൻഷ്യൽസ് സെലക്ട് ചെയ്യാം. ഇനി ഈ ഒരു ഓപ്പറേഷൻസ് എന്ന ഡ്രോപ്പ് ഡൗണിൽ ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ നോഡ് ക്രിയേറ്റ് ഇവൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കാലണ്ടർ ഡ്രോപ്പ് ഡൗണിൽ നിന്നും നമ്മുടെ കലണ്ടർ സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യാണ്. ഈ സ്റ്റാർട്ട് എൻഡ് എന്ന ഈ രണ്ട് ഫീൽഡുകൾ AI തന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ടോഗിൾ ചെയ്യുക. ഇനി ഈ ഏജൻറ്റിനെ ഒന്ന് റീനെയിം ചെയ്ത് കാലണ്ടർ ഏജൻറ്റ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ടൂൾ ഒന്ന് റീനെയിം ചെയ്യണേ. നമ്മൾ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്ത അതേ പേര് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ചെറിയൊരു കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ എഡിറ്റ് ഫീൽഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും 2 ഇൻപുട്ട് വരുന്നുണ്ട്. അതായത് ഇതിന് മുന്നത്തെ നോഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഓപ്പൺ AI നോഡും രണ്ടാമത്തേത് എഡിറ്റ് ഫീൽഡ്സ് നോഡുമാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും ഇങ്ങോട്ടേക്ക് പ്ലഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു ഫീൽഡ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഫീൽഡ് നമ്മൾ ഈ ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിടുക. രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് എഡിറ്റ് ഫീൽഡാണ്. ഇവിടെ ഡാറ്റ ഉണ്ടെങ്കിൽ മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന നോഡ് ഉണ്ടാവും. അതാണ് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിടേണ്ടത്. അപ്പോൾ ഞാനത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു എഡിറ്റ് ഫീൽഡിലേക്ക് നമ്മൾ 2 വോയിസും ടെക്സ്റ്റും നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ഞാനൊരു മെസ്സേജ് സെൻഡ് ചെയ്യണം. ക്യാൻ യു ക്രിയേറ്റ് എ ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഫോർ ടുമോറോ 10 AM എന്നാണ് ഞാൻ കൊടുക്കുന്നത്. വർക്ക് ഫ്ലോ എക്സിക്യൂട്ടായി. നമുക്ക് അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ വർക്ക് ഫ്ലോ ഇപ്പോൾ സക്സസ്ഫുൾ എക്സിക്യൂട്ടായി. ഇനി നമുക്ക് നമ്മുടെ കലണ്ടറിലേക്ക് പോയി നോക്കാം. ഇവിടെ 10 AM ഒരു ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാലണ്ടർ ഏജൻ്റെ ബാക്കിയുള്ള ടൂൾസ് കൂടെ ആഡ് ചെയ്യാം. ടൂൾസിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാലണ്ടർ സെർച്ച് ചെയ്യുക. കാലണ്ടർ നോഡ് സെലക്ട് ചെയ്യുക. ഓപ്പറേഷൻസിലേക്ക് വന്ന് ഞാൻ ഗെറ്റ് മെനി എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കലണ്ടർ ചൂസ് ചെയ്യാണ്. ആഫ്റ്റർ ബിഫോർ എന്ന ഈ ഫീൽഡുകൾ ഞാൻ AI ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ടോഗിൾ ചെയ്യാണ്. ഇനി ഇത് റീനെയിം ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ഇവൻറ്റും അപ്ഡേറ്റ് ഇവൻറ്റും എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു കലണ്ടർ ടൂൾ കൂടെ ആഡ് ചെയ്യാണ്. കലണ്ടർ ടൂൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഇവൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. കലണ്ടർ ചൂസ് ചെയ്ത് ഇവിടെ ഏത് ഇവൻ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന ഇവൻ്റ് ID AI ചൂസ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കലണ്ടർ ഏജൻറ്റ് ഏകദേശം സെറ്റായി. ഇനി നമുക്ക് അടുത്ത ഏജൻറ്റ് ആഡ് ചെയ്യാം. പാരൻറ്റ് ഏജൻറ്റിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് AI ഏജൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. AI ഏജൻറ്റ് ടൂൾ ആഡ് ചെയ്യുക. നമ്മളൊരു യൂട്യൂബ് സെർച്ച് ഏജൻറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റീനെയിം ചെയ്യാം. യൂട്യൂബ് ഏജൻറ്റ്. ആദ്യം ഒരു ചാറ്റ് മോഡൽ ആഡ് ചെയ്യാം. ഓപ്പൺ റൂട്ടർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കോൺഫിഗർ ചെയ്യാം. ഈ ജനറിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാറ്റി ഞാൻ AI ഏജൻറ്റ് ഫോർ ഓൾ യൂട്യൂബ് റിലേറ്റഡ് ടാസ്ക് എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോംപ്റ്റ് മോഡൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇനി നമുക്ക് സിസ്റ്റം മെസ്സേജ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ജനറിക് ഇൻസ്ട്രക്ഷൻ മാറ്റി നമ്മുടെ യൂട്യൂബിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു യൂട്യൂബ് സെർച്ച് അസിസ്റ്റൻ്റ് ആണെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഏജൻറ്റിന് ഒരു യൂട്യൂബ് സെർച്ച് എന്നൊരു ടൂൾ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പം ആ ടൂളിൻ്റെ ഡിസ്ക്രിപ്ഷൻസും എപ്പോഴാണ് ആ ടൂൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. ഇത് സേവ് ചെയ്യാം. ഇനി യൂട്യൂബ് സെർച്ച് എന്ന ടൂൾ ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ HTTP റിക്വസ്റ്റ് എന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ യൂട്യൂബ് സെർച്ചിന് വേണ്ടി സെർപ്പ് API ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സെർപ്പ് API എന്ന വെബ്സൈറ്റിൽ പോയി അവിടെ ലോഗിൻ ചെയ്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ URLസും പാരാമീറ്റേഴ്സും കോൺഫിഗർ ചെയ്യണം. ആദ്യം serpapi.com എന്ന ഈ വെബ്സൈറ്റിലേക്ക് വരിക. ഇവിടെ ലോഗിൻ ചെയ്യുക. ഇവിടെ ഈ ലെഫ്റ്റ് ടാബിൽ അക്കൗണ്ട്സിൽ APK എന്ന സെക്ഷനിലേക്ക് വരാം. ഇവിടെ ഈ ഒരു APK കോപ്പി ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത ടോക്കൺ സൂക്ഷിക്കുക. നമുക്കൊരു ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യേണ്ടി വരും. ഇനി നമുക്കിവിടെ serpapi-യുടെ ബേസ് URL പേസ്റ്റ് ചെയ്യാം. ഇതാണ് serpapi-യുടെ ബേസ് URL. ഇത് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഒത്തൻറ്റിക്കേഷനിൽ പ്രീ ഡിഫൈൻഡ് ക്രെഡൻഷ്യൽ ടൈപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രെഡൻഷ്യൽ ടൈപ്പിൽ ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെർപ്പ് API എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് സെർപ്പ് API സെലക്ട് ചെയ്യുക. ഇനി സെൻഡ് ക്വറി പാരാംസ് എന്ന ടോഗിൾ ഓൺ ചെയ്ത് നമുക്ക് 2 ക്വറി പാരാംസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സെർപ്പ് API ഡ്രോപ്പ് ഡൗണിൽ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ എന്ന് മാത്രമായിരിക്കും കാണുക. അപ്പോൾ ഒരു പുതിയ സെർപ്പ് API ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത API കീ ഇവിടെ പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ ഒരു ക്രെഡൻഷ്യൽ ക്രിയേറ്റഡ് ആവും. ഇങ്ങനെ ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ക്വറി പാരാംസ് കോൺഫിഗർ ചെയ്യാം. ഞാനിവിടെ 2 ക്വറി പാരാംസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എൻജിൻ എന്നാണ്, അതിൻ്റെ വാല്യൂ യൂട്യൂബ് എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് സെർച്ച് ക്വറി എന്നാണ്, search_query എന്നാണ്. അതിൻ്റെ വാല്യൂ മോഡൽ തന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ടോഗിൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതൊന്ന് റീനെയിം ചെയ്യാം. യൂട്യൂബ് സെർച്ച് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സെർച്ച് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ക്യാൻ യു സെർച്ച് ഫോർ ടോപ്പ് 3 വീഡിയോസ് ഓൺ AI ഏജൻറ്റ്സ്. ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ വർക്ക് ഫ്ലോ റൺ ചെയ്ത് യൂട്യൂബ് ഏജൻറ്റ് റൺ ആവുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഈ AI ഏജൻറ്റ് പാരൻറ്റ് ഏജൻറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പാരൻറ്റ് ഏജൻറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വീഡിയോസിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇനി റെസ്പോൺസ് മെസ്സേജുകൾ നമുക്ക് ടെലഗ്രാമിൽ തന്നെ കിട്ടാൻ വേണ്ടി മറ്റൊരു ടെലഗ്രാമിനോട് നമ്മുടെ പാരൻറ്റ് ഏജൻറ്റുമായി കണക്ട് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. സെൻഡ് ടെക്സ്റ്റ് മെസ്സേജിനോട് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നമുക്ക് 2 ഫീൽഡുകൾ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ചാറ്റ് ID, 2 ടെക്സ്റ്റ്. ഈ ചാറ്റ് ID എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലെ ഈ ഇൻപുട്ട് പാനലിൽ നിന്നും ടെലഗ്രാം ട്രിഗറിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടെലഗ്രാം ട്രിഗർ ഡ്രോപ്പ് ഡൗൺ ഓൺ ചെയ്ത് ചാറ്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചാറ്റ് ID കാണാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഈ രണ്ടാമത്തെ ഫീൽഡായ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മുടെ ഏജൻറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. അതായത് നമ്മുടെ പാരൻറ്റ് AI ഏജൻറ്റ് എന്ത് റെസ്പോൺസാണ് തരുന്നത് അതാണ് നമ്മൾ ടെലഗ്രാമിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏജൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിടാം. സേവ് ചെയ്യാം. നോട്ട്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്.
ഇവിടെ ക്യാൻ യു സെർച്ച് ഫോർ ടോപ്പ് 3 വീഡിയോസ് ഓൺ AI ഏജൻറ്റ്സ് ആൻഡ് ക്യാൻ യു ബുക്ക് മൈ കലണ്ടർ ഫോർ ഡിന്നർ ടുമോറോ 8 PM എന്നുള്ള മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 2 ടാസ്കുകളാണ് ഇവിടെ ഉള്ളത്. ഐഡിയലി നമ്മുടെ പാരൻറ്റ് ഏജൻറ്റ് ഈ 2 ടാസ്കുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 2 സബ് ഏജൻസിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സബ് ഏജൻറ്റ്സ് രണ്ടും ഈ ടാസ്കുകൾ ചെയ്ത് പാരൻറ്റ് ഏജൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയും നമുക്കൊരു സമ്മറി ആയിട്ടുള്ള മെസ്സേജ് ടെലഗ്രാമിൽ റിപ്ലൈ ആയിട്ട് കിട്ടുകയും വേണം. അപ്പോൾ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വർക്ക് ഫ്ലോ റൺ ചെയ്ത് നമ്മുടെ 2 സബ് ഏജൻസും റൺ ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്ത് റെസ്പോൺസാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടിയിരിക്കുകയാണ്. ടോപ്പ് 3 AI ഏജൻറ്റ് വീഡിയോസ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിന്നർ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു മെസ്സേജും ഇവിടെ ഉണ്ട്. നമ്മുടെ കലണ്ടറിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിന്നർ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ എല്ലാ നോട്ട്സും കവർ ചെയ്യുന്നില്ല. ഈ ഒരു അപ്രോച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഫ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൾട്ടി ഏജൻറ്റ് വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഈ വർക്ക് ഫ്ലോയുടെ ടെംപ്ലേറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു JSON ഫയലായിരിക്കും ലഭിക്കുക. നിങ്ങളൊരു പുതിയ വർക്ക് ഫ്ലോയിലേക്ക് വന്ന ശേഷം ഈ ടോപ്പ് റൈറ്റ് കോർണറിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ഫ്രം ഫയൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഫയൽ സെലക്ട് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ കംപ്ലീറ്റ് വർക്ക് ഫ്ലോ നിങ്ങളെ ക്യാൻവാസിൽ ഇമ്പോർട്ട് ആവും. ഇനി ഇതിലെ നോട്ട്സ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ കോൺഫിഗർ ചെയ്ത് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ വർക്ക് ഫ്ലോ ഒരു വോയിസ് കമാൻഡിലൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ വോയിസ് കമാൻഡ് എൻ്റെ ഫോൺ ത്രൂ ആണ് കൊടുക്കുന്നത്. ക്യാൻ യു സെർച്ച് ഫോർ ടോപ്പ് 3 AI വീഡിയോസ് ആൻഡ് ക്യാൻ യു ഓൾസോ ബുക്ക് എ അപ്പോയിൻമെൻറ്റ് ഫോർ ലഞ്ച് 2 PM ടുമോറോ. മെസ്സേജ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോ എക്സിക്യൂട്ടായി ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് നമ്മുടെ ഏജൻസി റൺ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് റെസ്പോൺസ് ലഭിച്ചിരിക്കുകയാണ്. 3 ടോപ്പ് വീഡിയോ തന്നെ 2 PM ടുമോറോ ലഞ്ച് ബുക്ക് ചെയ്ത് എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കലണ്ടർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലുള്ള AI ഏജൻറ്റ് വർക്ക് ഫ്ലോസ് നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഡേ ടു ഡേ ഓട്ടോമേഷൻസിനോ അങ്ങനെ ഏതൊരു യൂസ് കേസിനായാലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞങ്ങൾ ഹാൻഡ്സ് ഓൺ AI ഏജൻറ്റ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്.